ഹായ് ഗൈസ്, അപ്പോൾ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വന്നിരിക്കുകയാണ്. ഗൈസ്, നിങ്ങൾ ഈ റംബൂട്ടാൻ കണ്ടിട്ടുണ്ടോ? ഇത്ര കുഞ്ഞായിട്ടുള്ള റംബൂട്ടാൻ. ഇതല്ല വീഡിയോ, ഞാൻ ഇത് കാണിച്ചെന്നേ ഉള്ളൂ. ഒരു മിനിറ്റ്. നല്ല മധുരമുണ്ട് ഗൈസ്. ഞാൻ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറയാം. ഞാൻ ഈ ബോക്സ് പൊട്ടിക്കുന്ന ഒരു വീഡിയോ നിങ്ങളെ കാണിച്ചിട്ടുണ്ടായിരുന്നല്ല. ഇപ്പം ഈ ബോക്സ് എനിക്ക് പണി തന്നിട്ടുണ്ട്. ഞാൻ ഇതിനകത്ത് പൈസ ഇട്ടിട്ടുണ്ട്, ഏകദേശം ഇത്രയും പൈസ ഒക്കെ ഇട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഞാൻ ഇൻസ്റ്റയിലൊക്കെ കുറേ വീഡിയോസ് കണ്ടിട്ടുണ്ടായിരുന്നു ഈ ബോക്സിനെ പറ്റി. അതായത് ഇതിലെന്തോ ഒരു വെള്ള പൊടി പോലത്തെ ഒരു സാധനം, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കുമ്പോൾ കാണാം. ക്യാമറയുണ്ട്, എന്താ ഈ വെള്ള പൊടി പോലത്തെ ഒരു സാധനം. ഇത് ഈ ബോക്സിനകത്തുണ്ടായില്ലെന്ന് എനിക്ക് അറിഞ്ഞൂടാ. ഇവിടെ പുറത്ത് മൊത്തം ഉണ്ട്. കുറച്ച് നാളുകൊണ്ട് വിചാരിക്കുന്നത് പൊട്ടിക്കണമെന്ന്, പക്ഷെ എനിക്ക് സമയം കിട്ടിയില്ല, അതുകൊണ്ടാണ് പൊട്ടിക്കാത്തത്. അപ്പോൾ നമുക്കിന്നത് പൊട്ടിക്കാം. എനിക്കിത് പൊട്ടിക്കാൻ വലിയ താല്പര്യമൊന്നും ഇല്ല, കാരണം ഞാൻ ഒരുപാട് ആഗ്രഹിച്ച് വാങ്ങിയ ബോക്സാണ്. എന്തായാലും നമുക്കിതൊന്ന് പൊട്ടിക്കാം. എന്നെ കൊണ്ട് പൊട്ടിക്കാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ചേട്ടനെ വിളിക്കും, നടക്കത്തില്ല അല്ലാണ്ട്. തുറക്കാൻ പറ്റുന്നില്ല. പണി തരുമെന്ന് എനിക്ക് നല്ല പേടിയുണ്ട്, കാരണം ഇതിനകത്ത് പൈസ ഇട്ടിട്ടുള്ളത് കൊണ്ട് പൊട്ടിക്കാൻ പറ്റണില്ല. നല്ല പാടാണ് കേട്ടോ ഇത് പൊട്ടിക്കാൻ. ഇപ്പുറത്തെ സൈഡ് പൊട്ടി വേണം. പറ്റണില്ല ഗൈസ്, ഭയങ്കര പാടാണ് കേട്ടോ ഇത് പൊട്ടിക്കാൻ. പൊട്ടിച്ച് പൈസ മൊത്തം അതിനകത്ത് ഇട്ട് സീരിയസ് ആയിട്ട് ഗൈസ്. ഈ സാധനം ഗംഭീര പണി തന്നെയാണ് തന്നിട്ടുള്ളത്. ഇത് കണ്ടല്ലോ, ഇതിൻ്റെ അകം. ദയവ് ചെയ്ത് ഈ ബോക്സ് ആരും വാങ്ങിക്കരുത്, എനിക്ക് അത്രേ പറയാനുള്ളൂ. ഞാൻ കാണിച്ചു തരാം. എൻ്റെ കൈക്കകത്ത് അത്രയും വെള്ള കളർ പൊടി ഇതുണ്ടോ, ഇതാണ് അവസ്ഥ. ഞാൻ വാങ്ങി, എനിക്ക് ഇഷ്ടപ്പെട്ട് ഞാൻ വാങ്ങിയതാണ്. ഇനി ഇതുകൊണ്ട് ഒരു യൂസും ഇല്ല. ദയവ് ചെയ്ത് ഈ സാധനം വാങ്ങി ആരും യൂസ് ചെയ്യാതിരിക്കുക. ഞാൻ പൈസ അവസ്ഥ നോക്കട്ടെ. പൈസക്കൊന്നും പ്രത്യേകിച്ച് ഒന്നും വന്നിട്ടില്ല, ചെറുതായിട്ട് പൂപ്പലടിച്ച് വരെയായിരുന്നു. ഇതിനകത്ത് കാണാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇതിനകത്ത് പൈസക്കൊന്നും പറ്റിയില്ല. അപ്പോൾ ഗൈസ്, ഈ സാധനം ദയവ് ചെയ്ത് ആരും വാങ്ങി യൂസ് ചെയ്യരുത്. അബദ്ധം കാണിച്ച് കയ്യിലിരിക്കുന്ന പൈസ കൊണ്ട് കളയാതിരിക്കുക. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ.